ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഈദ് വ്ളോഗ് ആയാലോ. അപ്പം ഈദിൻ്റെ അന്നത്തുള്ള ഡേ ഇൻ മൈ ലൈഫും അതിന് മുമ്പുള്ള കുറച്ച് പേർച്ചേഴ്സും കൂടി ആട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്ക് കുറച്ച് ജ്വല്ലറീസും കുറച്ച് ഹെയർ ആക്സസറീസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ലുലുക്കാണ് വന്നിട്ടുള്ളത് വാങ്ങാൻ. അപ്പോൾ എനിക്ക് വേണ്ട ആക്സസറീസും എനിക്ക് വേണ്ട ജ്വല്ലറീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. അത് ഞാൻ ഈ ഒരു 2 നെക്ലേസാണ് വാങ്ങാൻ വിചാരിച്ചത്. പക്ഷേ അത് വാങ്ങാതെ ഞാൻ വേറെ വാങ്ങി പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം മെഹന്തിയൊക്കെ ഇട്ടു. ഇതെൻ്റെ ഉമ്മിൻ്റെ കലാപരിപാടികളാട്ടോ. എൻ്റെ ഉമ്മയ്ക്ക് ഞങ്ങളുടെ കയ്യിലല്ലേ കലാപരിപാടികൾ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി. എന്ന് വെച്ചാൽ നാളെ ഏർലി മോർണിംഗ് എണീറ്റ് പള്ളിക്ക് പോകാനുള്ളതാണ്. ഇതാണ് ഞങ്ങൾ 3 ആളുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. രാവിലെ നമുക്ക് 4:30 പോകാനുള്ളതായതുകൊണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മോർണിംഗ് ആയതിനു ശേഷം ന്യൂസ് തന്നെ എണീപ്പിച്ചു. എന്നിട്ട് മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് പള്ളിക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ പള്ളി പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിലോട്ടേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് നമ്മളെപ്പോഴും പോകുന്നത്. അപ്പോൾ ആ പള്ളിക്കാട്ടോ ഞങ്ങൾ പോയേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെഹന്തിൻ്റെ ഫൈനൽ ലുക്ക്. രാവിലെ അത്ര സ്റ്റെയിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല സ്റ്റെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലുക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്തു. കുറേ മിഠായി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറേ മിഠായി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് 5 റിയാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളുടെ ചടങ്ങ് പൈസ തരില്ല. അപ്പോൾ ഞങ്ങൾക്ക് പപ്പ പൈസ തന്നു. പിന്നെ അടുത്ത റൂം ക്ലീൻ ആക്കലായതുകൊണ്ട് ആ റൂം ക്ലീൻ ആക്കുക ഇറങ്ങി. എൻ്റെ റൂമിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ക്ലീൻ ആക്കാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും ഞാൻ ബെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനുശേഷം ഞാൻ ഫ്ലോറും ക്ലീൻ ആക്കി. എന്നിട്ട് എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കാൻ ഇറങ്ങി. എൻ്റെ സ്റ്റഡി ടേബിളിൽ കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം എടുത്ത് ക്ലീൻ ആക്കാൻ. എന്തായാലും ഞാൻ ക്ലീൻ ആക്കി തീർത്തു. പിന്നെ അത് കണ്ട് നിങ്ങൾ ബോറടിക്കേണ്ട വിചാരിച്ച് നല്ല ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഡ്രോവർ ഉണ്ടില്ലേ, അതും എൻ്റെതായതുകൊണ്ട് അത് ഞാൻ ക്ലീൻ ആക്കി. അതിൻ്റെ മേലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ടെൻറ്റും കൂടി ക്ലീൻ ആക്കാണ്ട്. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കുറേ ടോയ്സ് ഉണ്ടായതുകൊണ്ട് നെയ്മ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ വന്ന് ഡേർട്ടി ആക്കും. അതുകൊണ്ട് ഞാൻ അതും ക്ലീൻ ആക്കി. ഇതൊക്കെ ആയപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റായിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി സാലഡും ചിക്കൻ ഫ്രൈയും പിന്നെ യോഗട്ടും കൂടി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 7up കൂടി ഉണ്ടായിരുന്നു ഡ്രിങ്കിന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസേർട്ട് നിർബന്ധമാണല്ലോ. അപ്പം ഞാനൊരു ഡിസേർട്ടും കൂടി കഴിച്ചു. പിന്നെ നമ്മൾ ഡിസേർട്ടൊക്കെ കഴിച്ച ശേഷം നേരെ ഫോട്ടോ സെക്ഷനിലോട്ടൊക്കെ പോയി. അവിടെ ഞങ്ങൾ ഈ ഒരു പാർക്കിലോട്ടൊക്കെ പോയി. ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പോൾ എങ്ങനെയുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ദോഹയിലോട്ടൊക്കെ വിട്ടു. ഖത്താറിൽ നമ്മുടെ ഫയർവർക്സ് ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ അത് കാണാൻ പോയി. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു പോപ്കോണും കൂടി വാങ്ങി കഴിച്ചു. കുറച്ച് പ്രോഗ്രാംസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൃത്യം 8:30 തന്നെ നമ്മളുടെ ഫയർവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫയർവർക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ.
കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.